ഈ രാജ്യത്തിന്റെ മതേതരത്വം എത്ര വലിയ അപകട മുനമ്പിലാണ് എന്ന ചോദ്യമാണ് ഈ പകലൊടുങ്ങുമ്പോൾ നമുക്ക് ഓരോരുത്തർക്കും ചുറ്റും പ്രതിധ്വനിക്കുന്നത്. രാജ്യത്തിന്റെ അടിസ്ഥാന മൂല്യങ്ങൾക്ക് അങ്ങേയറ്റം അപമാനമായ കാഴ്ചകളാണ് ഇന്ന് ഛത്തീസ്ഗഡിലെ ദുർഗിൽ സെഷൻസ് കോടതിക്ക് മുന്നിൽ നമ്മൾ കണ്ടതെല്ലാം. കന്യാസ്ത്രീകൾക്ക് ജാമ്യം നിഷേധിച്ചതിന്റെ അത്യാഹ്ലാദത്തിൽ വിദ്വേഷ വിഷം തുപ്പിയുള്ള ബജരംഗ് ദളിന്റെ ആഹ്ലാദ പ്രകടനം നടന്നത് നീതിപീഠത്തിന്റെ കൺമുന്നിലാണ്. സാഹചര്യം ഇതായതുകൊണ്ടാകാം കേസ് പരിഗണിക്കാൻ കോടതി പോലും മടിച്ചു. ഛത്തീസ്ഗഡ് സർക്കാർ ജാമ്യാപേക്ഷയെ എതിർക്കില്ല എന്ന് ഉറപ്പായിരുന്നു കേരള BJP നേതൃത്വം ആവർത്തിച്ചത്. പക്ഷേ അവിടുത്തെ പ്രോസിക്യൂഷൻ രേഖാമൂലം എഴുതി നൽകി കന്യാസ്ത്രീകളെ പുറത്തുവിടരുത്, അവർ അപകടകാരികളാണെന്ന്. കേരളത്തിൽ അമർഷം പുകയുകയാണ്. കന്യാസ്ത്രീകളുടെ അറസ്റ്റിൽ സംസ്ഥാനത്താകെ കടുത്ത പ്രതിഷേധമാണ് ഉയരുന്നത്. വിവിധ ക്രിസ്തീയ സഭകളുടെ നേതൃത്വത്തിലും രാഷ്ട്രീയ പാർട്ടികളും വൻ പ്രതിഷേധങ്ങൾ തുടരുകയാണ്. ക്രിസ്ത്യൻ സഭകളുടെ നേതൃത്വത്തിൽ രാജ്ഭവനിലേക്ക് അല്പനേരം മുമ്പ് മാർച്ച് നടത്തി. അതിന്റെ ദൃശ്യങ്ങൾ കാണാം. ഭാരതത്തിൽ ക്രൈസ്തവർക്കെതിരെ തുടരെയുള്ള അക്രമം അവസാനിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട്, ഭാരതത്തിൽ മതസൗഹാർദ്ദം നിലനിർത്തുക എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഇന്ത്യൻ ഭരണഘടന ഉറപ്പാക്കുന്ന മതേതര ജനാധിപത്യ മൂല്യങ്ങൾ സംരക്ഷിക്കുക എന്നാവശ്യപ്പെട്ടുകൊണ്ട് കണ്ണൂർ കരുവഞ്ചാലിലെ പ്രതിഷേധത്തിൽ BJPക്കെതിരെ രൂക്ഷമായ മുദ്രാവാക്യങ്ങളാണ് ഉയർന്നത്. നമുക്കത് കേൾക്കാം. കത്തോലിക്ക കോൺഗ്രസ് സിന്ദാബാദ്, കത്തോലിക്ക കോൺഗ്രസ് സിന്ദാബാദ്. തിരുവസ്ത്രത്തിൻ ശോഭ കണ്ടാൽ, തിരുവസ്ത്രത്തിൻ ശോഭ കണ്ടാൽ ഭ്രാന്ത് പിടിക്കും സംഘികളെ. ആദ്യം കന്യാസ്ത്രീകൾക്ക് നീതി ലഭിക്കട്ടെ, എന്നിട്ടാകാം കേക്ക് കഴിക്കലെന്ന് KCBC അധ്യക്ഷൻ കർദിനാൾ ക്ലീമീസ് കാതോലിക്ക ബാവ ഈ പ്രതിഷേധ പരിപാടിയിൽ സംസാരിച്ചു. ക്രിസ്മസും ഈസ്റ്ററും ഒക്കെ ആകുമ്പോൾ കേക്കും ഒക്കെ ആയിട്ട് വരികയും പിന്നീട് സംഭവിക്കുകയൊക്കെ ചെയ്യുമ്പോൾ എങ്ങനെയാണ് അതിനെ കാണുന്നതെന്ന്. പക്ഷേ അതിൽ കുറെ കൂടി ആത്മാർത്ഥത ഈ ക്രൈസ്തവ സമൂഹം പ്രതീക്ഷിക്കുന്നു എന്നതാണ് പരമാർത്ഥം. UDFും ഇന്ന് രാജ്ഭവനിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി. വിഷയം ലോക്സഭയിൽ ഉന്നയിച്ച് KC വേണുഗോപാലും കൊടിക്കുന്നിൽ സുരേഷും ശക്തമായി തന്നെയും കാര്യങ്ങൾ പറഞ്ഞു. Now what is happening? Last 5 days, these 2 innocent nuns are in jail without any reason. What a cruelty this is. If the country is a banana republic, without any reason you are keeping them in the jail. ക്രൈസ്തവരെ ലക്ഷ്യമിട്ടുള്ള BJP സർക്കാരിന്റെ വിഷലിപ്തമായ അജണ്ടയുടെ ഭാഗമാണ് അറസ്റ്റെന്ന് കന്യാസ്ത്രീകളെ ജയിലിൽ സന്ദർശിച്ച മുതിർന്ന CPM നേതാവ് ബൃന്ദ കാരാട്ട് പറഞ്ഞു. The young Adivasi girls were beaten up. One of the nuns was insulted, humiliated, intimidated. She had to hear the most filthy abuse. And today the nuns are asking, are we not citizens of India? We are ashamed. വിങ്ങിപ്പൊട്ടിയാണ് കന്യാസ്ത്രീകൾ സംസാരിച്ചതെന്ന് A. റഹീം MPയും പറഞ്ഞു. തങ്ങൾ ഇന്ത്യക്കാരല്ലേ എന്ന് തൊഴുകൈകളോടെ അവർ ചോദിച്ചുവെന്നും റഹീം പറഞ്ഞു. അവർ തൊഴുകൈകളോടെ സഖാവ് വൃന്ദയോടും ഞങ്ങളോടും ചോദിച്ചത് എന്താണ്? ഞങ്ങൾ ഇന്ത്യക്കാരല്ലേ എന്നാണ്. ഞങ്ങൾ ഈ രാജ്യത്തിന് ചെയ്യുന്ന സേവനങ്ങൾ നിങ്ങൾ കാണുന്നില്ല. ഈ സേവനം ചെയ്യുന്ന ഞങ്ങളെ, നിങ്ങൾക്കിടയിൽ ഈ ഞങ്ങളെ എന്തിനാണ് ഇത് ആവർത്തിച്ചു പറഞ്ഞ് ഈ സിസ്റ്റർമാർ ഞങ്ങളുടെ മുമ്പിൽ വിതുമ്പാണ്. ഹൃദയം പൊട്ടി വേദനിക്കുകയാണ്. കന്യാസ്ത്രീകൾ മതപരിവർത്തനം നടത്തിയിട്ടില്ല എന്ന് BJP കേരള അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പറയുമ്പോഴും നിർബന്ധിത മതപരിവർത്തനം നടത്തിയതിനാണ് അറസ്റ്റ് എന്നാണ് ഛത്തീസ്ഗഡിലെ BJP മുഖ്യമന്ത്രിയുടെ നിലപാട്. ऐसा कुछ नहीं है, उनको उसकी वास्तविकता में जाना चाहिए. किस कारण से अंदर हुए हैं उसकी तह तक उनको जाना चाहिए. കന്യാസ്ത്രീകൾക്ക് ജാമ്യം നൽകരുത് എന്നാവശ്യപ്പെട്ട് വലിയ പ്രതിഷേധമാണ് ദുർഗിലെ സെഷൻസ് കോടതിക്ക് മുന്നിൽ ബജരംഗ് ദൾ പ്രവർത്തകർ നടത്തിയത്. ജാമ്യമില്ല എന്നറിഞ്ഞപ്പോൾ വൻ ആഹ്ലാദ പ്രകടനവും അക്കൂട്ടർ നടത്തി.
മതപരിവർത്തനത്തിന് ശ്രമിച്ചവരെയാണ് ഉപദ്രവിച്ചതെന്നും മതം മാറ്റുന്നവരെ ഇനിയും തല്ലുമെന്നും ദുർഗിലെ ബജ്രംഗ് ദൾ നേതാവ് ജ്യോതി ശർമ്മ ഇന്നും ആവർത്തിച്ചു. दोनों नन के ऊपर में बहुत संदिग्ध गतिविधि है कि पूरा देश उनको बचाने के लिए एकत्र हो गया. इसका कड़ाई से मैं केंद्र से आग्रह करना चाहूंगी, अमित शाह जी से, नरेंद्र मोदी जी से, इनका कड़ाई से जांच किया जाए. 2 नन के लिए पूरा देश और विदेश लग गया है. ये हम हिंदू समाज को, पूरे हिंदू समाज को, देश को सोचने की आवश्यकता है कि इनका लिंक कहां तक जुड़ा है, ये सोचे. മറ്റു വാർത്തകൾ വളരെ പെട്ടെന്ന് മറ്റ് വിവരങ്ങൾ കൂടെ നമുക്ക് ഡാറ്റാ ഷീറ്റിൽ പരിശോധിക്കാം. കോടതി എന്തുകൊണ്ടാണ് മടിച്ചത്? ഗുരുതര വകുപ്പുകൾ ഉള്ളതിനാൽ ജാമ്യാപേക്ഷ പരിഗണിക്കാൻ അധികാരമില്ല എന്ന നിലപാടാണ് സെഷൻസ് കോടതി സ്വീകരിച്ചത്. മനുഷ്യക്കടത്ത് വകുപ്പുകളിൽ ജാമ്യത്തിന് NIA കോടതിയെ സമീപിക്കാനാണ് കോടതിയുടെ നിർദ്ദേശം വന്നത്. മറ്റ് കേസുകളിൽ ജാമ്യത്തിനായി ഛത്തീസ്ഗഡ് ഹൈക്കോടതിയെ സമീപിക്കാം എന്നുകൂടെ കോടതി സെഷൻസ് കോടതി പറഞ്ഞു. കേസ് പരിഗണിക്കേണ്ടത് സെഷൻസ് കോടതി അല്ല എന്ന ബജ്രംഗ് ദളിന്റെ വാദം പ്രോസിക്യൂഷൻ പിന്തുണക്കുകയും ചെയ്തു. കന്യാസ്ത്രീകൾക്ക് ജാമ്യം നൽകുന്നതിനെ പ്രോസിക്യൂഷൻ ശക്തമായി തന്നെ എതിർത്തു. സർക്കാർ പ്രോസിക്യൂഷൻ എതിർത്തില്ലെന്നായിരുന്നു കേരളത്തിലെ BJP നേതാക്കളുടെ വാദം. പക്ഷേ അത് അല്ല അവിടെ ഉണ്ടായത്. അവിടുത്തെ സർക്കാർ എതിർക്കുകയാണ് ചെയ്തത്. കന്യാസ്ത്രീകളെയും പെൺകുട്ടികളെയും ഭീഷണിപ്പെടുത്തിയ ദൃശ്യങ്ങൾ കൂടെ പുറത്ത് വന്നു. വീണ്ടും ബജ്രംഗ് ദൾ പ്രവർത്തകരുടെ ആൾക്കൂട്ട വിചാരണ പോലീസുകാരുടെ സാന്നിധ്യത്തിലാണ് എന്നത് നമ്മൾ കഴിഞ്ഞ ദിവസവും വിഷ്വൽസിലൂടെ മനസ്സിലാക്കിയതാണ്. മിണ്ടിയാൽ മുഖമടിച്ച് പൊളിക്കുമെന്ന് കന്യാസ്ത്രീകളോട് ജ്യോതി ശർമ്മ പറയുന്നത് നമ്മൾ കഴിഞ്ഞ ദിവസവും കേട്ടതാണ്. യുവതികളെ കടത്തിയതിന് എത്ര രൂപ കിട്ടിയെന്ന് യുവതികളുടെ സഹോദരനോട് ചോദിക്കുന്നുമുണ്ട്. മാതാപിതാക്കളുടെ സമ്മതത്തോടെയാണ് പോകുന്നത് എന്ന് പറഞ്ഞിട്ടും ചീത്തവിളിക്ക് കുറവുണ്ടായില്ല. കയ്യും കാലുമില്ലാതെ വീട്ടിൽ പോകേണ്ടി വരുമെന്നും ഇവർ ആക്രോശിക്കുന്നുണ്ടായിരുന്നു. BJPയുടെ നാവായി കാസ രംഗത്ത് വന്നു. നിസ്സാരമായി തീരേണ്ടിയിരുന്ന കേസ് NIA കോടതി വരെ എത്തിച്ചത് പ്രകോപനങ്ങളാണെന്ന് വിചിത്ര നിലപാടാണ് കാസ സ്വീകരിച്ചത്. രാഷ്ട്രീയക്കാരുടെയും മാധ്യമങ്ങളുടെയും ജിഹാദികളുടെയും കെണിയിൽ സഭ വീണു എന്നതാണ് കാസ പറഞ്ഞത്. വിശ്വാസികളെ തെറ്റിദ്ധരിപ്പിച്ച് തെരുവിലിറക്കി പ്രതിഷേധങ്ങൾ നടത്തി എന്ന് കാസയുടെ പ്രസ്താവനയിൽ പറയുന്നു. ദുർഗിലെ ജയിലിന് മുന്നിൽ ചെന്ന് ബഹളമുണ്ടാക്കിയും പ്രതിഷേധിച്ചും പ്രകോപനം സൃഷ്ടിച്ചു എന്നുകൂടെ കാസ പറയുകയാണ്. സംസ്ഥാന BJP നേതൃത്വം വിഷയത്തിൽ ആത്മാർത്ഥമായി ഇറങ്ങി അവരോട് സഹകരിച്ചില്ല സഭ എന്ന നിലപാടുകൂടി അവരെടുക്കുന്നു. കോൺഗ്രസിന് രാഷ്ട്രീയ മുതലെടുപ്പിന് അവസരം ഒരുക്കി നൽകിയെന്നും കാസയുടെ വിമർശമായി നമ്മൾ കണ്ടു. കന്യാസ്ത്രീകളുടെ അറസ്റ്റിനെ എതിർക്കേണ്ടെന്ന് സംസ്ഥാന BJPയിൽ ഒരു നിലപാട് വന്നിരിക്കുന്നു. ജയിൽവാസം നീളുന്നത് കേരളത്തിൽ പാർട്ടിക്ക് ദോഷമാണ് എന്ന് ഔദ്യോഗിക പക്ഷം പറയുന്നു. പക്ഷേ ഛത്തീസ്ഗഡിലേക്ക് പ്രതിനിധി സംഘം പോയതും സംസ്ഥാന പ്രസിഡന്റിന്റെ നിർദ്ദേശത്തെ തുടർന്നാണ്. ഈ പക്ഷത്തിന്റെ നിർദ്ദേശത്തെ തുടർന്നാണ്. BJP നേതൃത്വത്തോട് വിയോജിപ്പ് അറിയിച്ചു RSS. നടന്നത് നിർബന്ധിത മതപരിവർത്തന ശ്രമമാണെന്ന് RSS പറയുന്നു. കുറ്റാരോപിതരെ നിരപരാധികളാക്കുന്ന രാഷ്ട്രീയ നാടകമാണെന്ന് ഹിന്ദു ഐക്യവേദിയും ഒരു നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. ബജ്രംഗ് ദൾ സ്വന്തം യുവജന സംഘടനയാണ് എന്ന് ഹിന്ദു ഐക്യവേദി പറയുന്നു. ഛത്തീസ്ഗഡിലെ നിലപാട് ശരിയെന്നും വിശ്വ ഹിന്ദു പരിഷത്ത് കൂടെ നിലപാട് സ്വീകരിച്ചിരിക്കുന്നു. ഇതിപ്പോൾ വലിയ കഷ്ടമാണ് ആ 2 കന്യാസ്ത്രീകളുടെ കാര്യം എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം വളരെ സേവനാത്മകമായിട്ടുള്ള നിലപാട് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾക്കായിട്ട് അങ്ങോട്ട് പോയ കന്യാസ്ത്രീകൾ ഇപ്പോഴും ജയിലിലാണ്. ഞങ്ങളെ തട്ടിക്കൊണ്ടുപോയതല്ലെന്ന് ആ പ്രായപൂർത്തിയായ പെൺകുട്ടികൾ പറഞ്ഞിട്ടും അവരുടെ രക്ഷിതാക്കൾ ഇത് പറഞ്ഞിട്ടും ഇവിടെ ഇങ്ങനെയൊക്കെ ചെയ്യാൻ ബജ്രംഗ് ദളിനും മറ്റും സാധിക്കുന്നു. ഇവിടെ 2 അഭിപ്രായം ഉണ്ടാകുന്നു. ആകെ വിചിത്രമാണ് കാര്യങ്ങളല്ലേ? തീർച്ചയായും ഇത് കേരളത്തിൽ നിന്നായതുകൊണ്ടാണ് ഇത്രയും വലിയൊരു സംഭവമായി രാജ്യം ചർച്ച ചെയ്യുന്നത്. അല്ലായിരുന്നെങ്കിൽ എന്താകുമായിരുന്നു? ഫാദർ സ്റ്റാൻ സ്വാമിയുടെ കാര്യം നമുക്കറിയാം. ഒരു സിപ്പർ ഗ്ലാസ്, അതായത് അദ്ദേഹത്തിന് ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് കുടിക്കാൻ പറ്റില്ല, ഒരു സിപ്പർ ഗ്ലാസ് ചോദിച്ചിട്ട് കൊടുക്കാത്തവരാണ്. അത് കോടതിയും ആ നിലപാട് തന്നെയാണ് സ്വീകരിച്ചതെന്ന് ഓർക്കണം. ഒടുവിൽ ജയിലറ തന്നെയായിരുന്നു അദ്ദേഹം. ഈ അന്ത്യനിമിഷം വരെ ജയിലറയിൽ കഴിയേണ്ടി വന്നവരാണ്. ഈ ചരിത്രം നമ്മുടെ മുന്നിലുണ്ട്. അതായത് ഗുരുതരമായ വകുപ്പുകൾ ചുമത്തുമ്പോൾ എനിക്ക് ഈ കാസ എന്നൊക്കെ പറയുന്നത് എത്ര വിവരദോഷികളുടെ ഒരു കൂട്ടമാണ് എന്നാണ് എനിക്ക് സംശയം തോന്നുന്നത്. കാരണം അങ്ങനെ തന്നെ പറയേണ്ടി വരുന്നു. കാരണം ഇവർക്ക് എന്ത് മനസ്സിലായിട്ടാണ് ഇവിടെ ഇങ്ങനെ ഒരു ഗുരുതരമായ വകുപ്പുകൾ ചുമത്തിയ ഒരു കേസെടുക്കുമ്പോൾ എന്തൊക്കെയാണ് വകുപ്പുകൾ? 10 വർഷം അകത്ത് കിടക്കാൻ പറ്റുന്ന വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത്. മനുഷ്യക്കടത്തടക്കമാണ് ചുമത്തിയിരിക്കുന്നത്. മതം മാറ്റം, അതായത് നിർബന്ധിത മതം മാറ്റം അടക്കമാണ് ഇവർക്ക് മേലെ ആരോപിക്കുന്നത്. അങ്ങനെയുള്ള വകുപ്പുകൾ ചുമത്തിയത് എപ്പോഴാണ്? ഇവിടെ നിന്ന് അവിടെ ആരെങ്കിലും പോയി സമരം ചെയ്ത് കഴിഞ്ഞിട്ടാണോ? ഇതിനൊക്കെ മുമ്പ് എപ്പോഴോ ഇവരെ അറസ്റ്റ് ചെയ്തപ്പോൾ തന്നെ അവിടുത്തെ പോലീസ് സ്വീകരിച്ചിരിക്കുന്ന നിലപാടാണ്. മുഖ്യമന്ത്രി തന്നെ പരസ്യമായി പറഞ്ഞിട്ടുണ്ട് ഇതൊന്നും ഇവന്മാർ കാണാതെ ഇരുന്ന് ഇങ്ങനെ പറയുകയാണ്. എന്നിട്ട് എന്താണ്? നിശബ്ദരായിരിക്കുക, സൈലൻ്റ് ആയിരിക്കുക, സുഖിപ്പിച്ച് നിൽക്കുക. അങ്ങനെയാണെങ്കിൽ കാര്യങ്ങൾ പ്രശ്നമില്ലാതെ കടന്നു വീടുമല്ലോ. വെറുതെ എന്തിനാണ് ഈ മാധ്യമങ്ങളുടെ കെണിയിലും ഈ ജിഹാദികളുടെ കെണിയിലും ഒക്കെ സഭ പോയി പെടുന്നത് എന്നുള്ളത് വെച്ചാൽ ഇതിനകത്ത് ഈ ഉപദേശം ഇവർ കൊടുക്കാൻ തുടങ്ങിയിട്ട് കുറേ കാലമായി കേരളത്തിലെ സഭയ്ക്ക്.
അത് പലരും ഇവരുടെ ഈ ഉപദേശത്തിൽ പല ഘട്ടങ്ങളിലും വീണുപോയിട്ടുമുണ്ട്. ഇനിയെങ്കിലും അത് തിരിച്ചറിയുമെന്നാണ് ഞാൻ കരുതുന്നത്. കാരണം അത്രയ്ക്ക് ഗുരുതരമായ വകുപ്പുകളാണ് ഇവർക്ക് നേരെ ചുമത്തിയിരിക്കുന്നത്. നമുക്കറിയാമല്ലോ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചതെന്ന് കേരളത്തിലെ എല്ലാ മതസ്ഥർക്കും അറിയാം. അതാണ് കേരളത്തിന്റെ ഒരു പ്രത്യേകത. അതായത് ഇന്നിപ്പം ജോൺ ബ്രിട്ടാസ് സഭയിൽ പ്രസംഗിക്കുന്നത് കേട്ടു. അവിടെ നിർമ്മലാ സീതാരാമനും ജയശങ്കറും അടക്കം മുഴുവൻ പേരും പഠിച്ചത്, JP നദ്ദ അടക്കം പഠിച്ചത് ക്രിസ്ത്യൻ സഭകൾ നടത്തുന്ന കോളേജുകളും സ്കൂളുകളിലുമാണ്. എന്നിട്ട് നിങ്ങൾ ആരെങ്കിലും ക്രിസ്ത്യാനികളായോ? കേരളത്തിലെ പൊതു സാഹചര്യം എന്താണ്? കേരളത്തിൽ എങ്ങനെയാണ് പൊതുസമൂഹത്തിൻ്റെ സഭയോടുള്ള അടുപ്പം? നമ്മൾ ഏതെങ്കിലുമൊക്കെ ഒരു ഘട്ടത്തിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഒരുപക്ഷെ പഠിച്ചിട്ടുണ്ടാവും, സഭയുടെ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ സഭയുടെ ഒരു ആശുപത്രിയിൽ പോയിട്ടുണ്ടാവും. ഇതൊന്നും അല്ലെങ്കിലും പൊതുസമൂഹത്തിൽ വളരെ സജീവമായി ഇടപെടുന്നവരാണ് ഈ സഭാ നേതൃത്വമൊക്കെ. അപ്പോൾ നാട്ടിലൊരു പള്ളിയിലച്ഛനുണ്ടെങ്കിൽ എല്ലാവരുടെയും കാര്യം അറിയാം. ഇപ്പോൾ കഴിഞ്ഞ കുറേ കാലമായി അതിനൊക്കെ മാറ്റം വന്നിട്ടുണ്ട്. പക്ഷേ മുമ്പ് അങ്ങനെ ആയിരുന്നില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് കൃത്യമായി അറിയാം എന്താണ് സംഭവിച്ചിട്ടുണ്ടാവുക എന്നത്. പക്ഷേ എങ്ങനെയാണ് എങ്ങനെ അതിജീവിക്കാമെന്നാണ് കാസ വഴി പറഞ്ഞു കൊടുക്കുന്നതെന്ന് നോക്കൂ. അതുകൊണ്ട് ഇവരെ ഓരോ നിമിഷവും ഇവരെ ചുമക്കുന്ന ഓരോ നിമിഷവും ഗുരുതരമായ കുഴപ്പങ്ങളിലേക്കായിരിക്കും സഭയെ ഇവർ കൊണ്ട് എത്തിക്കുക എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. വേറൊരു കാര്യം, ഇത് ഒരു കാര്യമുണ്ട്, അത് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. ഈ ഛത്തീസ്ഗഡിൽ കോൺഗ്രസ് എന്ന് പറഞ്ഞൊരു പാർട്ടിയുണ്ട്. ആ പാർട്ടിക്ക് വലിയ വോട്ട് വിഹിതവുമുണ്ട്. ഇവിടെ കേരളത്തിൽ നിന്ന് പോയ MP-മാരാണ് അവിടെ പോയി നിൽക്കുന്നത്. ഛത്തീസ്ഗഡിലെ കോൺഗ്രസ് എന്ത് ചെയ്യുകയാണ്? ഛത്തീസ്ഗഡിലെ കോൺഗ്രസിന് ഈ വിഷയത്തിലുള്ള അഭിപ്രായം എന്താണ്? അവർ ഈ വിഷയത്തിൽ ശബ്ദമുയർത്തിയിട്ടുണ്ടോ? ഇല്ല. എന്താ കാര്യം? അവിടെ ഈ നിയമം കൊണ്ടുവന്നത് കോൺഗ്രസ് സർക്കാരാണ്. അതായത് ഈ മതപരിവർത്തന നിരോധന നിയമം അവിടെ കൊണ്ടുവന്നത് കോൺഗ്രസ് ആണ്. മധ്യപ്രദേശിൽ, ഇന്ത്യയിൽ ഒന്നിലേറെ സംസ്ഥാനങ്ങൾ, 4-5 സംസ്ഥാനങ്ങളിൽ കോൺഗ്രസ് ആണ് ഈ നിയമം കൊണ്ടുവന്നിരിക്കുന്നത്. ഇതാണ് ആദ്യത്തെ നിയമം. അതാണ് രാജ്യത്ത് ആദ്യത്തെ നിയമം. അതായത് അപ്പോൾ ഈ മതപരിവർത്തന നിരോധന നിയമം കൊണ്ടുവരികയും ഇങ്ങനെ ഒരു ഗുരുതരമായ സംഭവം ഉണ്ടാകുമ്പോൾ ഈ സ്റ്റേറ്റ് മുഴുവൻ, അവിടെ ആ ബജരംഗ് ദളിന്റെ നേതാവ് പറയുന്നുണ്ടല്ലോ, കേരളം മുഴുവൻ ഇളകി വന്നിരിക്കുന്നു. ഇതെന്താണ് ഇങ്ങനെ? അങ്ങനെയാണെങ്കിൽ ഇതിൽ വലിയ ഗൂഢാലോചന ഉണ്ടാവും എന്നാണ് അവർ പറയുന്നത്. അവർക്ക് അങ്ങനെയാണ് ഇതിനെ കാണാൻ കഴിയുന്നത്. കേരളത്തിൽ നിന്ന് ഇത്രയും MP-മാരൊക്കെ അവിടെ ചെല്ലുന്നു, സമരം ചെയ്യുന്നു, മുദ്രാവാക്യം വിളിക്കുന്നു, നേതാക്കന്മാർ ചെല്ലുന്നു. അപ്പോൾ ഇതൊക്കെ വലിയ ഗൂഢാലോചനയുടെ ഭാഗമായിട്ടേ അവർക്ക് കാണാൻ കഴിയുന്നുള്ളൂ. ഇതിനെ ഖണ്ഡിക്കാൻ ഛത്തീസ്ഗഡിൽ ഒരു കോൺഗ്രസ്സുകാരനുണ്ടോ എന്ന് മാത്രമേ എനിക്ക് തൽക്കാലം ചോദിക്കാനുള്ളൂ. പിന്നെ ഒരു കാര്യം കൂടെ എനിക്ക് അതുകൂടിയാണ്, ഇന്ന് കണ്ട കാഴ്ചകളിൽ നിന്ന് ഏറ്റവും കൗതുകരമായി എനിക്ക് തോന്നുന്നത്, ശോഭാ സുരേന്ദ്രൻ ഇന്ന് സിസ്റ്റർ പ്രീതി മരിയയുടെ വീട്ടിലെത്തി. അവിടെ സംസാരിച്ച് ശോഭാ സുരേന്ദ്രൻ ഇറങ്ങിക്കഴിഞ്ഞപ്പോഴാണ് എനിക്ക് കൃത്യം ഈ സംഭവത്തിൻ്റെ വസ്തുത എന്താണെന്ന് പിടികിട്ടിയത്. ഇത് ഈ CPIM ആണ് ഇതിന് കാരണക്കാർ. അത്രേ എനിക്ക് പറയാനുള്ളൂ. ഇതിനകത്ത് ഹർഷ ഞാനും പെട്ടെന്ന് പറഞ്ഞത്, അതായത് ഇന്ത്യയിലെ ക്രിസ്ത്യൻ ജനസംഖ്യ ഇപ്പോൾ 2% എന്നുവെച്ചാൽ നമ്മുടെ ടോട്ടൽ ജനസംഖ്യയിലെ 2.2% ക്രിസ്ത്യാനികൾ, 2.3% ക്രിസ്ത്യൻ ജനസംഖ്യ. 1951 ആദ്യത്തെ സെൻസസ് ഉള്ളപ്പോൾ അത് 2.3%. 1961 2.3%. 1971 2.7% വർദ്ധിച്ചു. 1981 2.3% വീണ്ടും കുറഞ്ഞു. 1991 2.3%. 2001 2.3%. 2011 2.3%. 2011 അവസാനത്തെ സെൻസസ്. 2.3% ഇന്ത്യയിലെ ക്രിസ്ത്യാനികളുടെ ജനസംഖ്യ. ഈ ജനസംഖ്യ ഒരിക്കൽ പോലും വർദ്ധിച്ചിട്ടില്ല, ശതമാനക്കണക്കിൽ വർദ്ധിച്ചില്ല. ജനസംഖ്യ എണ്ണം കൂടിയിട്ടുണ്ട്, ഹിന്ദുക്കളുടെയും മുസ്ലിങ്ങളുടെയും ഒക്കെ എണ്ണം കൂടിയതുപോലെ കൂടിയിട്ടുണ്ട്. പക്ഷേ രാജ്യത്തെ ജനസംഖ്യയുടെ ശതമാന കണക്കിൽ ഒരിക്കലും വലിയ വ്യത്യാസം ഉണ്ടായിട്ടില്ല. എന്ന് വെച്ചാൽ ഇവർ ഈ പറയുന്ന മതപരിവർത്തനം എന്നൊക്കെ പറഞ്ഞാൽ ഇവിടെ നടക്കുന്നു എന്നാണ് ഇവർ ഈ പറയുന്നത്. അപ്പോൾ വെറുതെ ഇതിനകത്തൊരു രാഷ്ട്രീയ പ്രശ്നം മാത്രമാണ്, രാഷ്ട്രീയമായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി മാത്രമാണ് ഇങ്ങനൊരു കുഴപ്പമുണ്ടാക്കുന്നത്. ഈ ബജ്രംഗ് ദൾ എന്ന് പറയുന്ന സംഗതി എന്താണെന്ന് മലയാളികൾക്ക് കുറെ കൂടെ സമീപകാലത്ത് ബോധ്യമായൊരു സംഭവമുണ്ട്. അത് എമ്പുരാൻ സിനിമ വന്നപ്പോൾ അതിനകത്ത് ബാബു ബജ്രംഗി എന്ന് പറയുന്ന, ആ പേരിലെല്ലാം തോന്നുന്നു എന്ന് പറയുന്ന, അതിന് റെഫറൻസ് ആയത് എവിടെയാണ്? ഗുജറാത്തിലെ ബജ്രംഗ് ദളിൻ്റെ നേതാവായിട്ടുള്ള ഒരു ചങ്ങാതിയാണ്, കഠിനമായ വില്ലൻ അല്ലേ. അപ്പോൾ ആളുകൾക്കറിയാം ആ ബജ്രംഗിയാണ്, ആ ബജ്രംഗ് ദൾ കക്ഷികളാണ് ഈ പ്രശ്നം ഉണ്ടാക്കുന്നത്. ഈ ജ്യോതി ശർമ്മയാണ് ഈ പറയുന്ന ആ സിനിമയിൽ കണ്ട വില്ലനാണ് ഈ പരിപാടി നടത്തുന്നത്. അതാരാണ്? ഞാനിപ്പോൾ BJP-ക്കാർ ഇവിടെ 2 പക്ഷം എന്ന് പറയുന്നു. ഏതാണ് ശരിക്കുമുള്ള BJP പക്ഷം? ഈ വിഷയത്തിൽ ശരിക്കുമുള്ള ആത്മാർത്ഥതയുള്ള BJP-ക്കാർ ആരാണ്? ഇത് മതപരിവർത്തനം നടത്തണം, ഇവരെ തല്ലണം എന്ന് പറയുന്ന ആളുകളാണ് യഥാർത്ഥത്തിലെ BJP-ക്കാർ. കാരണം അവരുടെ രാഷ്ട്രീയമാണത്. RV ബാബു അവർ BJP-ക്കാരും, ഞാൻ പറയുന്ന വിശ്വ ഹിന്ദു പരിഷത്തോ ഇതൊന്നുമല്ല, BJP-ക്കാരുടെ ലൈൻ അതാണ് ശരി. ബാക്കി രാജീവ് ചന്ദ്രശേഖർ 5-8 സീറ്റ് പിടിച്ചേക്കാമെന്ന് വിചാരിച്ച് ഇങ്ങോട്ട് കുതിച്ച് ഒരുപാട് കാശും കൊണ്ട് വന്നപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ ഒരു സീൻ മാറിയുകൊണ്ട് ബേജാറായിട്ട് ഞങ്ങളുടെ നിലപാട് ഇതെല്ലാം എന്ന് പറയുകയാണ്. പക്ഷേ അവരുടെ നിലപാട് അതാണ്. അത് രാജീവ് ചന്ദ്രശേഖർ അത് പറഞ്ഞതും ആത്മാർത്ഥമായി തന്നെയാണെന്നാണ് ഞാൻ കരുതുന്നത്. കാരണം രാജീവ് ചന്ദ്രശേഖരന്റെ പദ്ധതി വേറെയായിരുന്നു. അതായത്
ഈ പറയുന്ന വിശാലമായ ഹിന്ദുത്വ പദ്ധതിക്കപ്പുറത്ത് രാജീവ് ചന്ദ്രശേഖർ നേരത്തെ നമ്മൾ പലവരും സംസാരിച്ചിട്ടുള്ളതുപോലെ കേരളത്തിൽ കുറച്ച് സീറ്റൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു നേതാവ് എന്ന നിലയ്ക്ക് വരാനാണ് അദ്ദേഹം ആഗ്രഹിച്ചത്. അതിനൊരു തിരിച്ചടിയാവും ഇത്. അതിൻ്റെ ഒരു അങ്കലാപ്പ് അദ്ദേഹത്തിനുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ പ്രതികരണം വളരെ ശക്തമായിരുന്നു. ഞങ്ങൾ ഒപ്പമുണ്ട്, ഞങ്ങൾ ഈ കാര്യത്തിൽ കൂടെ നിൽക്കുമെന്നൊക്കെ. പക്ഷേ അദ്ദേഹം വിചാരിക്കുന്നിടത്തൂടെ അല്ല കാര്യങ്ങൾ ഇന്നും കൂടുതൽ വ്യക്തമായി. അവിടെ പ്രോസിക്യൂഷൻ എതിർത്തു ഇതിനെ. അതായത് അങ്ങനെ പോകില്ല. കാരണം ഇതാണ് യഥാർത്ഥ സംഘപരിവാരത്തിന്റെ രാഷ്ട്രീയം. നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞാണ്, സംഘപരിവാരത്തിന്റെ വിശാലമായ അംബ്രല്ലയ്ക്ക് കീഴെയുള്ള ഈ പറയുന്ന ഒരു സംഘടനയാണ് ബജ്രംഗ് ദൾ. എന്തിനാണ് സംഘപരിവാരത്തിന് RSS 35 സംഘടനകളുണ്ട്. സംഘപരിവാർ എന്ന് ChatGPT-യിലോ അല്ലെങ്കിൽ ഗൂഗിളിലോ സെർച്ച് ചെയ്താൽ വിക്കിപീഡിയയിൽ 35 സംഘടനകളുണ്ട്. എന്തിനാണ്? RSS തന്നെയും ലോകത്തെ ഏറ്റവും വലിയ സംഘടനയാണ്. ലോകത്തെ ഏറ്റവും കൂടുതൽ അംഗസംഖ്യയുള്ള RSS എന്തിനാണ് ഒരുപാട് സംഘടനകൾ വേറെ ഉണ്ടാക്കുന്നത്? എന്തിനാണ്? ഇപ്പോൾ അധ്യാപകരുടെ സംഘടന വേണം, തൊഴിലാളികളുടെ സംഘടന വേണം, അതൊക്കെ ഉണ്ടാക്കാം. പക്ഷേ അതല്ലാതെ RSS ഇത്രമാത്രം സംഘടനകൾ ഉണ്ടായിരിക്കെ ബജ്രംഗ് ദൾ എന്ന് പറഞ്ഞൊരു സംഘടന ഉണ്ടാകുന്ന ക്രിസ്റ്റോഫ് ജാഫ്രലോട്ട് എന്ന് പറയുന്ന BJP പറ്റി നന്നായിട്ട് പഠിച്ചിട്ടുള്ള ഫ്രഞ്ച് പൊളിറ്റിക്കൽ സയൻറ്റിസ്റ്റ് പറയുന്നത്, അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകത്തിൽ പറയുന്നത്, മോദീസ് ഇന്ത്യ എന്ന് പറഞ്ഞ അദ്ദേഹം സമീപകാലത്ത് ഇറങ്ങിയ പുസ്തകത്തിൻ്റെ 83-ാമത്തെ പേജ്, എന്നെ ചെയ്ത് വിളിക്കുന്നത് ആരും, അദ്ദേഹം എഴുതിയാണ്. അതായത് സംഘപരിവാറിന് വേണ്ടിയിട്ട് ഡേർട്ടി പ്ലേ കളിക്കാനുള്ള ഒരു ഫ്രിഞ്ച് സംഘടനയാണ് ഈ ബജ്രംഗ് ദൾ എന്നാണ് പറയുന്നത്. അപ്പോൾ ആത്യന്തികമായിട്ട് രാഷ്ട്രീയം അതാണ്. ഇപ്പോൾ 2010 ഇവിടെ നമ്മുടെ കന്തമാലിൽ പ്രശ്നമുണ്ടായി. 2008-2010 അവിടെ 2008 അവിടെ പ്രശ്നമുണ്ടായി. 39 ക്രിസ്ത്യാനികൾ കൊല ചെയ്യപ്പെട്ടു എന്നാണ് വിക്കിപീഡിയയിൽ കാണുക. 395 പള്ളികൾ ഇല്ലാതാക്കി, 6500ഓളം വീടുകൾ കത്തിച്ചു, 75,000-ഓളം ക്രിസ്ത്യാനികൾക്ക് വീട് വിട്ട് ഓടിപ്പോകേണ്ടി വന്നു, 500ഓളം പേര് കൊല്ലപ്പെട്ടിട്ടുണ്ടാവുന്നതാണ് അനൗദ്യോഗികരുടെ കണക്ക്. അവിടെ പരീക്ഷിത ദിഗൽ എന്നൊരാളെ, ഈ പേരിങ്ങനെ തന്നെയാണോ എന്ന് എനിക്കറിയില്ല, ഇംഗ്ലീഷ് വായിച്ചതാണ് ഞാൻ. പരീക്ഷിത ദിഗൽ എന്നൊരാളിനെ കൊന്ന കുറ്റത്തിന് BJPയുടെ MLA മനോജ് പ്രധാൻ, BJPയുടെ MLA ആണ് മനോജ് പ്രധാൻ, അവിടെ ഈ ക്രിസ്ത്യാനികൾക്കെതിരായിട്ടുള്ള ഈ വർഗീയ കലാപത്തിൽ പങ്കെടുത്തതിനു വേണ്ടി BJP MLA കുറ്റക്കാരനാണെന്ന് കോടതി വിധിച്ചു. 7 കൊല്ലം തടവ് ശിക്ഷ കിട്ടി. 2 മാസത്തിനപ്പുറം വിക്രം നായക് എന്നയാളുടെ, അതും ക്രിസ്ത്യാനിയാണ്, കൊലപാതകത്തിൽ 6 വർഷം തടവ് ശിക്ഷ വേറെയും കിട്ടി. പക്ഷേ പിറ്റേ തവണത്തെ തെരഞ്ഞെടുപ്പിലും ഈ വിക്രം പ്രധാനെയാണ് BJP അവിടെ മത്സരിപ്പിച്ചത്. ക്രിസ്ത്യാനികൾക്കെതിരായിട്ടുള്ള ആക്രമണത്തിന് ശേഷം ഇതേ BJP സ്ഥാനാർത്ഥിയാക്കിയത് ഇയാളെയാണ്. ഇയാൾ പിന്നെയും ജയിച്ചു. പക്ഷെ അതിനുശേഷം ഉണ്ടായ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസും ബിജു ജനതാദളൊക്കെ ജയിച്ചതുകൊണ്ട് ഇയാളിപ്പോൾ രാഷ്ട്രീയമായിട്ട് ഔട്ടായിരിക്കുകയാണ്. നോക്കൂ, ഇവിടെ ക്രിസ്ത്യാനികൾക്കെതിരായിട്ടുള്ള ആക്രമണം നടത്തിയാൽ എന്താണ്? രാഷ്ട്രീയമായിട്ട് അധികാരമാണ് കിട്ടുക. നമ്മൾ ഈ കാണുന്ന ജ്യോതി ശർമ്മ നാളെ അവിടുത്തെ MLA-യോ MP-യോ ആകും. അപ്പോൾ ഇത് BJPക്ക് കേരളത്തിൽ എന്തോ 2 അഭിപ്രായം ഉണ്ട് എന്ന് പറയുന്നുണ്ടെങ്കിൽ ആ രണ്ടാമത്തെ അഭിപ്രായം, അതായത് CPIM-ഉം കോൺഗ്രസും എന്ന പോലെ ഇത് സഭയും എന്ന പോലെ ഈ സംഭവത്തെ എതിർക്കുന്ന BJP-കാരുണ്ടല്ലോ, ആ BJP-കാർ ഒന്നുകിൽ ആത്മാർത്ഥതയില്ലാത്ത BJP-കാരാണ്, ശരിയായ BJP രാഷ്ട്രീയം അവർക്കില്ല, അല്ലെങ്കിൽ അവർ രാഷ്ട്രീയം എന്ന് വെച്ചാൽ ഇതിനകത്ത് ഒരു കുറു രാഷ്ട്രീയ കളി കളിക്കുകയാണ് എന്ന് വേണം കാണാൻ. അതുകൊണ്ട് സഭയ്ക്ക് ഇപ്പോഴും പാമ്പ്ലാനി പിതാവ് പറയുന്ന ഇതിൽ രാഷ്ട്രീയമില്ല കേട്ടോ, ഞാനിത് രാഷ്ട്രീയം കാണുന്നില്ല. രാഷ്ട്രീയമല്ലാണ്ട് പിന്നെ എന്താണ് അവിടെ നടക്കുന്നത്? പാമ്പ്ലാനി പിതാവിന് ഉലകം തിരിഞ്ഞിട്ടില്ല എന്ന് വേണം മനസ്സിലാൻ. ഇപ്പോൾ പോലും അദ്ദേഹം പറഞ്ഞേ കേട്ടാൽ കേരളത്തിലിരുന്ന് ഛത്തീസ്ഗഡിൽ നടക്കുന്നതെല്ലാം കാണുമ്പോൾ ഇരയ്ക്കൊപ്പം ഓടുകയും വേട്ടക്കാരനൊപ്പം കാഞ്ചി വലിക്കുകയും ചെയ്യുക എന്ന ഭാഷാപ്രയോഗം ഒരു പ്രത്യക്ഷ സത്യമാവുകയാണ്. കന്യാസ്ത്രീകളുടെ മോചനത്തിനായി ശ്രമിക്കുന്നു എന്ന് കേരള BJP നേതൃത്വം പറയുന്നു. BJP തന്നെ നേതൃത്വം നൽകുന്ന ഛത്തീസ്ഗഡ് സർക്കാർ കന്യാസ്ത്രീകളുടെ ജയിൽവാസം തുടരാൻ ആവുന്നതെല്ലാം ചെയ്യുകയും ചെയ്യുന്നു. സംഘപരിവാർ സംഘടന ബജ്രംഗ് ദൾ വിദ്വേഷ വിഷം തുപ്പി അവരുടെ ജാമ്യ നിഷേധത്തിൽ ആഹ്ലാദിക്കുന്നു. ദുർഗ് സ്റ്റേഷനിൽ സിസ്റ്റർ പ്രീതി മേരിയും സിസ്റ്റർ വന്ദന ഫ്രാൻസിസും അനുഭവിച്ച നികൃഷ്ടമായ ആൾക്കൂട്ട വിചാരണയുടെ ചില ദൃശ്യങ്ങൾ കൂടി പുറത്തു വന്നത് കണ്ടപ്പോൾ നമ്മൾ നടുങ്ങി തെറിച്ചു പോകുന്നു. ഇന്ത്യൻ ഭരണഘടനയിൽ വിശ്വാസമുള്ള, നീതിക്കായി ആകുലരായ ഓരോ മനുഷ്യരും ഈ നടക്കുന്നത് അനീതിയാണ് എന്ന് ഉറച്ചു പറയേണ്ടതുണ്ട്. അത് നമ്മൾ ഓരോരുത്തരുടെയും കടമയാണെന്ന് RDX കരുതുന്നു.